നഗരസഭാ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മാധ്യമങ്ങൾ പറയണതല്ലേ. ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ബൂത്ത് മുതൽ സംസ്ഥാനം വരെയുള്ള എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ മുതിർന്ന ഭാരവാഹികൾ, എൻ്റെ താഴെയുള്ള ഭാരവാഹികൾ, നഗരസഭാ കൗൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ഇവരൊക്കെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിച്ചു എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആളാണ് ഞാൻ. അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ കൃത്യമായിട്ട് 100%, 110% നന്നായി നിർവഹിച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ആൾ. മാധ്യമങ്ങൾ ഞങ്ങളുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ ആളുകൾ പ്രവർത്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള അത്ര പൊട്ടണമൊന്നുമല്ല ഞാൻ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പാലക്കാട് കഴിഞ്ഞ ഒരു 30-35 വർഷമായിട്ട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഇവിടുത്തെ ഓരോ ബൂത്തിലെയും പ്രവർത്തകനെ എനിക്ക് നേരിട്ടറിയാം. അവർ പ്രവർത്തിച്ച സാഹചര്യം അറിയാം. സ്വന്തം ജോലി ഉപേക്ഷിച്ച്, സ്വന്തം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച്, സ്വന്തം വീട്ടിൽ അസുഖമായിട്ടുള്ള ആളുകളെ പോലും ചികിത്സിക്കാൻ നിൽക്കാതെ പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും അവസാനത്തെ പ്രവർത്തകൻ വരെ ആത്മാർത്ഥതയോടുകൂടി അവൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് 20-25 ദിവസം പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ റിപ്പോർട്ട് നൽകിയിട്ട് ഞങ്ങൾ വിലയിരുത്താൻ പോകുന്നില്ല. മാധ്യമങ്ങൾ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട്, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും അതിൻ്റെ ഒരു തുണ്ട് പേപ്പർ കാണിച്ചതാണ് അയച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച്, പരാതിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ അതിൻ്റെ ഒരു പകുതി കാണിച്ച, ഒരു പീസ് ഓഫ് പേപ്പർ കാണിക്കുക. ഞങ്ങളുടെ പാർട്ടിയിൽ ഇതിനെ സംബന്ധിച്ച് വിലയിരുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് 100% ഞാൻ ഇത്രയും മികച്ച രീതിയിൽ ഒരു സംഘാടന, ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല. ഞാൻ 2000 തൊട്ട് മത്സരിക്കുന്നുണ്ട്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞാൻ ഇവിടെ ചുമതല വഹിച്ചിട്ടുണ്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ. നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പാലക്കാട് ജില്ലയുടെ പുറമെ പോയിട്ട് ചുമതല വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഏകോപനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ആദ്യമായി കാണുന്നുണ്ട്. 5-6 തവണയാണ് ഞങ്ങളുടെ പ്രവർത്തകർ ഓരോ മേഖലയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. BJPയുടെ ആളുകൾ 5-6 തവണയും വന്നു. തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ദിനത്തിൽ രാവിലെ 7 മണിക്ക് വീട്ടിൽ വന്ന് അവർ വിളിച്ചു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 9:30-10 മണിയാകുമ്പോൾ വോട്ട് ചെയ്തോ ചോദിക്കാൻ വരുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അവരോട് ആരെങ്കിലും ഇനി വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു വരുന്നു. ഇത്രയും നല്ലൊരു പ്രവർത്തനം നടത്തിയ ഞങ്ങളുടെ പ്രവർത്തകരുടെ മാനസികമായിട്ട് അവരെ തളർത്താനായിട്ട് മാധ്യമങ്ങൾ വിചാരിച്ചാൽ അത് നടക്കില്ല. ഞാൻ എൻ്റെ പ്രവർത്തകരിലും എൻ്റെ സഹഭാരവാഹികളിലും എൻ്റെ ജനപ്രതിനിധികൾ, നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളിലും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമാണ്. അവർക്കെതിരെ നിങ്ങൾ എന്ത് ആരോപണം ഉന്നയിച്ചാലും അത് ഏശാൻ പോകുന്നില്ല. ഞാൻ അവരോടൊപ്പമാണ്, അവരെന്നോടൊപ്പമാണ്. അല്ല, അതൊക്കെ പാർട്ടിക്ക് പരിശോധിക്കാനുള്ള സംവിധാനം. കൃഷ്ണകുമാറാണോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? ഞങ്ങൾക്കൊരു സംവിധാനം, ഈ പാർട്ടിയുടെ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. ഈ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും അസംബ്ലി തിരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും കൃത്യമായിട്ടുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ പാലക്കാട് അസംബ്ലിക്ക് മാത്രം വേറൊരു സംവിധാനമല്ല. ഇവിടെ അഭിപ്രായം ചോദിക്കും, കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും. കേന്ദ്ര പാർലമെൻ്ററി ബോർഡ്, നരേന്ദ്രമോദിജി അടക്കമുള്ള കേന്ദ്ര പാർലമെൻ്ററി ബോർഡാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ആ നിശ്ചയിച്ചത് കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനോ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായിട്ട് വരാൻ കഴിയില്ല. ഈ പാർട്ടി ഒരു സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഈ നഗരസഭാ ഭരണം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഓരോ തിരിച്ചടിയില്ല. കാരണം ഞങ്ങൾക്കെതിരായിട്ട് ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടന്നു. ജനങ്ങൾ ആ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടേതല്ലാത്ത തെറ്റുകൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു 2 മുന്നണികളും. വളരെ ആസൂത്രിതമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നഗരസഭയുടെ അല്ലാത്ത റോഡ് പോലും ഞങ്ങളുടേതായിട്ട് കാണിച്ചുകൊണ്ട് സമരം ചെയ്തു കോൺഗ്രസ്സുകാർ. ടൗൺ ഹാള് MLAയുടെ ആസ്തി വികസന ഫണ്ടിലാണ് അതിൻ്റെ നവീകരണം നടക്കേണ്ടത്. നിരവധി ചാനലുകൾ ഇലക്ഷൻ്റെ തൊട്ട് തലേന്ന് ദിവസം വരെ അതിനെ കാണിച്ചുകൊണ്ടാണ് പ്രചരണം. നഗരസഭയുടെ വികസന മുരടിപ്പ് പറഞ്ഞിട്ട് MLA ചെയ്യേണ്ട കാര്യം ഞങ്ങളാണോ ചെയ്യേണ്ടത്? ബസ് സ്റ്റാൻഡ് ഞങ്ങൾ MP കൈമാറിയതാണ്. ആ MP ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നഗരസഭയ്ക്ക് കൈമാറിയിട്ടില്ല. അത് ഞങ്ങളുടെ വീഴ്ചയായിട്ട് പ്രചരിപ്പിച്ചു മാധ്യമങ്ങൾ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് പ്രചരിപ്പിച്ചു. ഇതൊന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളുടെ നഗരസഭാ ഭരണം, ഞാൻ ഓരോ സ്വീകരണ യോഗത്തിലും പ്രസംഗിച്ചത് പാലക്കാട് നഗരസഭാ ഭരണത്തെയും UDFും LDFും ഭരിക്കുന്ന പഞ്ചായത്തിലെ ഭരണത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാനാണ്. ഞങ്ങൾ പാലക്കാട് 2015 ശേഷം കൊണ്ടുവന്ന വികസനങ്ങൾ, പാലക്കാട്ടെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്ത വീടുകളെ സംബന്ധിച്ച്, ഇവിടെ സൗജന്യമായിട്ട് കുടിവെള്ള കണക്ഷൻ കൊടുത്തത് സംബന്ധിച്ച് 1000-ലധികം തെരുവോര കച്ചവടക്കാർക്ക് PM സ്വാനിധി പദ്ധതി പ്രകാരം കൊടുത്തു. ഇതെല്ലാം ഞങ്ങളുടെ സഹപ്രവർത്തകർ നേതൃത്വം നൽകുന്ന
നഗരസഭാ ഭരണമല്ല നൽകിയത്. ആ വികസന നേട്ടങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എൻ ശിവരാജൻ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത് അങ്ങേക്ക് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സാമ്പത്തികമായിട്ടുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുണ്ടായി. അതിനെ ഇത് പോട്ടെ, ഈ റിപ്പോർട്ട് പോട്ടെ, അതിനെങ്ങനെയാണ് ശിവരാജേട്ടൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിലും അഫിഡവിറ്റ് കൊടുക്കുന്നതാണ്. സൈറ്റിൽ പോയി നോക്കിയാലൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കും. കാരണം ഇംഗ്ലീഷിലാണ് അഫിഡവിറ്റ് ഞാൻ കൊടുക്കാറുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, അത് മനസ്സിലാക്കി കൊടുക്കാം. അദ്ദേഹം അങ്ങനെ പറയും തോന്നുന്നില്ല. കാരണം 7-8 തവണയായിട്ട് അദ്ദേഹം കൗൺസിലറാണ്. 10-35 വർഷമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൗൺസിലറായ ആളാണ്. ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തും അഫിഡവിറ്റ് കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ലോകായുക്തയ്ക്ക് ജനപ്രതിനിധികൾ, ഞാൻ 2020 വരെ കൗൺസിലറാണ്. അപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും ലോകായുക്തയ്ക്ക് ഞങ്ങൾ സ്വത്ത് വിവരം കൊടുത്താണ്. ശിവരാജന് കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെയും ശിവരാജൻ്റെയൊക്കെ സ്വത്തിൽ എന്തെങ്കിലും വർധനവുണ്ടായിട്ടുണ്ടെന്നൊക്കെ ആർക്കും നോക്കാൻ പറ്റും. ഞാൻ എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആളാണ്. ഞാൻ 92 മുതൽ സ്വന്തമായിട്ട് ബിസിനസ്സുള്ള ആളാണ്. അപ്പോൾ ശിവരാജേട്ടനെ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ഞാനും ശിവരാജേട്ടനെ എന്നെയും ചെറുപ്പം മുതൽ കാണുന്നതാണ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശിവരാജേട്ടനെ അറിയാം, ശിവരാജൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് കൃത്യമായിട്ട് ശിവരാജേട്ടന് ബോധ്യം ഉണ്ടാവും എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, എൻ്റെ സാമ്പത്തിക സ്രോതസ്സ് എന്താണെന്ന്. ശിവരാജേട്ടനെ എനിക്കറിയാം എന്താണ് സാമ്പത്തിക സ്രോതസ്സ്. ഞാൻ ഒരു 10-35 വർഷമായിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ രണ്ടാൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, രണ്ടാളുടെയും ഏത് നിലയിൽ നിന്ന് ഉയർന്നു വന്നാണ്, എന്താണ് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് എന്നുള്ളതൊക്കെ. അപ്പോൾ ശിവരാജൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ സ്ഥാനം ഒഴിയുന്നു എന്നുള്ളതാണ് ആദ്യം വന്ന വാർത്ത. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അത് തള്ളിയിട്ടില്ല. അതായത് രാജിവെക്കുമെന്നോ അല്ല, ഞാൻ പറയട്ടെ, ഇല്ലാത്ത വാർത്തകൾ നിങ്ങൾ മാധ്യമങ്ങളിൽ കൊടുത്തിട്ട് അതിന് ഒരു പാർട്ടിയുടെ, ദേശീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിക്കണം പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാർത്ത കൊടുക്കുക. എന്തിനപ്പോൾ കൊടുക്കണ്ടേ? അദ്ദേഹം അങ്ങനെ ഒരു കാര്യമില്ലാത്തതിന് നിങ്ങളൊരു വാർത്ത കൊടുക്കണം, അത് നിഷേധിക്കാനായിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറാവണം. അത് ന്യായമാണോ? ഞാൻ ചോദിക്കട്ടെ, നാളെ നിങ്ങൾ ഈ ജോലി രാജിവെക്കുന്നു എന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ അതില്ലാന്ന് നടന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ജോലി തുടരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അറിയാലോ. കെ സുരേന്ദ്രൻ രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസം മുമ്പ് മാധ്യമങ്ങൾ ഇതുപോലെ പ്രചരിപ്പിച്ചു. സുരേന്ദ്രൻ 7-8 മാസമായിട്ട് അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റ്. നാളെ രാവിലെ സുരേന്ദ്രൻ സംസ്ഥാന ശില്പശാലയിൽ സംസ്ഥാന പ്രസിഡന്റായിട്ട് പങ്കെടുക്കും. അപ്പോൾ അറിയാമല്ലോ, BJPക്ക് ഒരു സിസ്റ്റമുണ്ട്. കേന്ദ്ര നേതൃത്വം ആണ് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിയും മറ്റൊക്കെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. അത് ആ സിസ്റ്റം മനസ്സിലാക്കാത്ത ആളുകളാണ് സുരേന്ദ്രൻ രാജിവെക്കുന്നു, സുരേന്ദ്രനെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ സുരേന്ദ്രൻ പുറത്തേക്കെന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അല്ലാത്ത ഒരു സീറ്റിൽ ഞങ്ങൾ 2ാം സ്ഥാനം, കഴിഞ്ഞ തവണ 2ാം സ്ഥാനമാണ്, ഇത്തവണയും 2ാം സ്ഥാനം, വോട്ടിൽ ഞങ്ങൾ കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെ രാജിവെക്കണമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിൽ കിട്ടിയ തിരിച്ചടി എന്താ? ലീഗിൻ്റെ എത്ര നേതാക്കന്മാർ രാജിവെച്ചു? കോൺഗ്രസിൻ്റെ എത്ര നേതാക്കന്മാർ രാജിവെച്ചു? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും തോറ്റില്ലേ CPM? 20-ൽ 19 തോറ്റു. 2 സീറ്റ് ഉണ്ടായിരുന്നത് 1ആയി മാറി. MV ഗോവിന്ദൻ രാജിവെച്ചോ? CPMൻ്റെ ജില്ലാ സെക്രട്ടറി രാജിവെച്ചോ? പാലക്കാടത്തെ സീറ്റ് നഷ്ടപ്പെട്ടില്ലേ? പാലക്കാട് ലോക്സഭാ സീറ്റ് പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിച്ചിട്ട് നിങ്ങൾ സുരേഷ് ബാബുവിനോട് പോയി ചോദിക്കുക എന്താ രാജിവെക്കുന്നില്ല എന്ന്. പാലക്കാട് സീറ്റ് അവർ പണ്ട് ജയിച്ചതല്ല 2006. നിങ്ങൾ MV ഗോവിന്ദനോട് പാലക്കാട് തോറ്റമുണ്ട് എന്താ രാജിവെക്കാത്തത് ചോദിക്കുന്നില്ല. ഈ സുരേഷ് ബാബുവിനോട് ചോദിക്കില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം ഞങ്ങൾ ഇതുവരെ ജയിക്കാത്ത സീറ്റിൽ പരാജയപ്പെട്ടാൽ രാജിവെക്കണം. അതെന്ത് ന്യായ? രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റല്ലോ, കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടില്ലേ? രാഹുൽ ഗാന്ധി രാജിവെക്കണ്ടേ? സോണിയാഗാന്ധി രാജിവെക്കണ്ടേ? കോൺഗ്രസ് മല്ലിക ഖാർഗെ രാജിവെക്കണ്ടേ? ഞാൻ പറയുന്നത് ന്യായം എല്ലാവർക്കും ഒരേപോലെയല്ല. അല്ലേ, ന്യായം. നിങ്ങൾ ഒരു തോൽവിയുടെ പേരിൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ രാജിവെക്കണം പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കും ബാധകമല്ലേ? ഖാർഗെ രാജിവെച്ചു. മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി, കോൺഗ്രസിൻ്റെ അഡ്രസ്സ് ഇല്ലാതെ പോയി. ഖാർഗെ രാജിവെച്ചു. കോൺഗ്രസിന് ഏതെങ്കിലും നേതാക്കന്മാർ രാജിവെച്ചു. നിങ്ങൾ അവരോടൊക്കെ ആവശ്യപ്പെടണം, ആദ്യം അവരൊക്കെ രാജിവെക്കട്ടെ. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് അഡ്രസ്സ് ഇല്ലാതെ പോയി, രാജിവെച്ചുവോ? ഇല്ലല്ലോ. കെ സുധാകരൻ അങ്ങനെയാണെങ്കിൽ ചേലക്കരത്തെ തോൽവിയിൽ രാജിവെക്കണ്ടേ? അവിടെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടായിരുന്ന സീറ്റല്ലേ രമ്യ ഹരിദാസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റില്ലേ? തൃശ്ശൂർ കോൺഗ്രസ്സുകാരെ മുഴുവൻ രാജിവെച്ചു. ശിവരാജേട്ടൻ മലപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ വയനാടിൻ്റെയൊക്കെ ചാർജ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ചാർജ് കൊടുക്കുന്ന സമയത്ത് ജനിച്ചു വളർന്ന ജില്ലയല്ല കൊടുക്കുക, മറ്റൊരു ജില്ലയിലത്തെ ഭാരവാഹിക്കാണ് ജില്ലാ ചാർജ് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവരാജേട്ടൻ മലപ്പുറത്തിൻ്റെ ചാർജായി പോയത്. അല്ല പക്ഷേ അത് അങ്ങനെയാണല്ലോ ഞാൻ ഇപ്പോൾ ആലപ്പുഴയുടെ ചാർജായിരുന്നു, ഞാൻ എറണാകുളത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു, അങ്ങനെ പല ജില്ലയുടെയും ചാർജ് ഉണ്ടായിരുന്നു. പ്രശ്നം രഘുനാഥ് അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചു എന്നുള്ളതിലാണ്. അതായത് അദ്ദേഹം ഓഫീസിൽ നിന്ന് AC മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ കൗൺസിലർമാർക്ക് നേരെ വിമർശനം അതൊക്കെ രഘുനാഥ് അങ്ങനെ വിമർശനം ഉന്നയിച്ചിട്ടില്ല. അത് അങ്ങനെ രഘുനാഥ് ഉന്നയിക്കില്ല. രഘുനാഥും ഞാനടക്കമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ കൗൺസിലർമാരെ സംബന്ധിച്ച് കൃത്യമായിട്ട് വിശ്വാസമുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത ആളുകളാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വോട്ട് വർദ്ധിച്ചാൽ അത് പാർട്ടിയും, വോട്ട് കുറഞ്ഞാൽ അത് കൗൺസിലർമാരെന്ന് പറയാൻ കഴിയുമോ? അത് കൂട്ടായിട്ടുള്ളതാണ്. പാർട്ടിയുടെയും കൗൺസിലർമാരുടെയും ജനപ്രതിനിധികളുടെയും കൂടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ കൂട്ടായിട്ട് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടായിട്ട് പരിഹരിക്കും. അതാണ് ഞങ്ങളുടെ പാർട്ടി. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നാളെ സംസ്ഥാന ശില്പശാല, ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനെ സംബന്ധിച്ചുള്ള സംസ്ഥാന ശില്പശാല നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ലക്ഷ്യങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2ാം സ്ഥാനം ഉണ്ടായിരുന്നു, 2ാം സ്ഥാനം നിലനിർത്തി. ഞങ്ങൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇനി എന്താണ് കുറവ് വന്നിട്ടുള്ളത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിലൊന്നും ഞങ്ങൾ തളരില്ല. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അപ്പോഴേക്കും ഇവിടെ ബൈ ഇലക്ഷൻ വന്നില്ലേ? നിങ്ങളിത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഞങ്ങൾക്ക് എല്ലാ സമയത്തും ചേർത്താൻ പറ്റുന്നതാണ്. നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇവിടെ നിർത്തിവെച്ചത് ഞങ്ങൾ വീണ്ടും ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ മെമ്പർഷിപ്പ് ചേർത്തു.